ശംശായിരിക്കട്ടെ. നമ്മൾ ഈ ധ്യാന പരമ്പരയുടെ 28ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൻ്റെ 1ാമത്തെ വാല്യത്തിലെ 11ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് ഇപ്പോൾ 15 വയസ്സായി. അവളെ 3 വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിച്ചതാണ്. യഹൂദ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടി അവൾ സ്ത്രീയായി മാറിക്കഴിയുമ്പോൾ അവളെ പിന്നെ നിയമം അനുസരിച്ച് വിവാഹം കഴിക്കുവാനും അതുപോലെ തന്നെ ഒരു ശിശുവിനെ, ഒരു കുട്ടിയെ ദൈവത്തിന് സമർപ്പിക്കുവാനും എല്ലാം അവൾ ബാധ്യസ്ഥയാണ്. ദേവാലയത്തിലായതുകൊണ്ടും മാതാപിതാക്കൾ മരണമടഞ്ഞതുകൊണ്ടും ബന്ധുക്കളായി കാര്യമായിട്ട് ആരുമില്ലാത്തത് കൊണ്ടും ആ ചുമതല പ്രധാന പുരോഹിതൻ തന്നെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ പ്രധാന പുരോഹിതൻ ഒരു ദിവസം കന്യാമരിയെ വിളിക്കുന്നു. കൂടെ ബന്ധുവായ സക്കറിയായും അവരുടെ അധ്യാപികയായ ആ പ്രവാചിക അന്നയും കൂടെയുണ്ട്. അവർ 3 പേരും കൂടി മേരിയെ പ്രധാന പുരോഹിതൻ്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തുമ്പം തന്നെ പ്രധാന പുരോഹിതൻ മേരിയെ നോക്കി പറയുന്നുണ്ട്, ഇവൾ തീർച്ചയായും ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽപ്പെട്ടവളാണെന്ന് ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ പ്രധാന പുരോഹിതന് അവളെക്കുറിച്ച് ഒത്തിരി പ്രശംസിച്ച് പറയുവാൻ, അവിടെ സ്വഭാവം, അവിടെ കൃപ നിറഞ്ഞ സാഹചര്യങ്ങൾ, ജ്ഞാനത്തിൻ്റെ നിറവ്, എല്ലാ കാര്യങ്ങളും ഏറ്റവും നീതിനിഷ്ഠമായി ചെയ്യുവാനുള്ള ആ പ്രധാന പുരോഹിതൻ പറയുന്നത്, ദേവാലയത്തിന് ഇവളെ നഷ്ടപ്പെടുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. പക്ഷേ യഹൂദ നിയമം പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ അവളെ വിളിച്ച് അവളോട് പറയുകയാണ്, ദാവീദ് കുടുംബത്തിൽപ്പെട്ട ഒരു വരനെ നിനക്ക് ഭർത്താവായി സ്വീകരിക്കുവാൻ നിനക്കാരെയെങ്കിലും അറിയുമോ? ആരെങ്കിലും നിന്റെ ബന്ധത്തിലും ഒക്കെ പെട്ടവരെ നിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ പറയൂ. അപ്പോഴവൾ പറഞ്ഞു, എനിക്ക് ആരെയും അറിയില്ല. സക്കറിയ സഹായത്തിനെത്തുകയാണ്. സക്കറിയ പറയുന്നു, അവൾ 3 വയസ്സായപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ പോലും കണ്ടിട്ടില്ല. ബന്ധുക്കളാരും സന്ദർശിക്കുവാനും ഒന്നും വന്നിട്ടുമില്ല. അവൾക്കൊന്നും അറിയില്ല. അപ്പോൾ പ്രധാന പുരോഹിതൻ ദൈവനിവേശിതമായിട്ട് പറയുകയാണ്, എങ്കിൽ നമുക്ക് അവൾക്കൊരു വരനെ തിരഞ്ഞെടുക്കുന്ന ചുമതല ദൈവത്തിന് തന്നെ സമർപ്പിക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ട് കന്യാമേരി വേദന അനുഭവിക്കുകയാണ്. കാരണം അവളുടെ കുഞ്ഞുനാളിൽ തന്നെ അവൾ ദൈവത്തിന് അവളുടെ കന്യത്വം അവളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതാണ്. ഇതിവൾ ആ പ്രവാചിക അധ്യാപികയായ അന്നയോട് പങ്കുവച്ചിട്ടുമുണ്ട്. അവൾ കരയുന്നത് കണ്ട് പുരോഹിതൻ ചോദിച്ചപ്പോൾ അന്ന തന്നെ അതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ്. അവൾ കുഞ്ഞുനാളിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു, കന്യത്വം സമർപ്പിച്ചു. അവൾ ദിവസവും എനിക്ക് നിന്നെ വേണമെന്നും പ്രത്യുത്തരമായി അവിടെ ഞാൻ നിൻ്റേതാണെന്നുമുള്ള ആ നിരന്തര സംഭാഷണം. പുരോഹിതൻ ഇത് കേട്ട് ഇതിൻ്റെ നല്ല വശം കണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും ഇതെല്ലാം പ്രശംസനീയമാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്,
നിന്റെ വരനെ നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ ഇങ്ങനെ ദൈവവുമായിട്ടൊരു വാഗ്ദാനം ചെയ്തത് അവനോട് പറയുക. തീർച്ചയായും ദൈവം അവനെ അതിനു വേണ്ടി തയ്യാറാക്കും. അപ്പോൾ അവർക്കൊരു സംശയം, അവൻ ഒരുപക്ഷെ അത് മനസ്സിലാക്കിയില്ലെങ്കിലോ. പ്രധാന പുരോഹിതൻ അപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു ആത്മബലം കൊടുക്കുന്നത് പോലെ അവളോട് പറയുകയാണ്, അവൻ മനസ്സിലാക്കാൻ വേണ്ടി, ആ കൃപ അവനിൽ ഉണ്ടാകാൻ വേണ്ടി നീയും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ ഒത്തിരി പ്രോത്സാഹനവും ശക്തിയുമെല്ലാം കൊടുത്ത് മേരിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ആ പുരോഹിതൻ്റെ സന്ദേശങ്ങളെല്ലാം അവിടെ രണ്ട് വിപരീതമായിട്ടുള്ള സംഗതികളുടെ ഒരു ചേരലാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവൾ കന്യകയായി ജീവിക്കണം, അതുപോലെ ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് അവൾ വിവാഹിതയാകണം. ഈ ചുരുളാണ്, ഈ രഹസ്യത്തിൻ്റെ ചുരുളാണ് അടുത്ത എപ്പിസോഡിലുമെല്ലാം നമ്മൾ കാണുന്നത്. ജോസഫിനെ തിരഞ്ഞെടുക്കുന്നതും അതെല്ലാം. ഇപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ രഹസ്യത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ നമ്മൾ ആകുലചിത്തരാകാതെ, അത്ഭുതപ്പെടാതെ ദൈവത്തിന് ആമേൻ എന്ന് പറയാനുള്ള ആ ഒരു ഉൾക്കരുത്ത്, ആത്മബലം ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.